ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ടുള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ത്യൻ എയർഫോഴ്സ് അഗ്നിവീർ വായുവിലേക്കുള്ള ഒരു റിക്രൂട്ട്മെൻറ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. AFPTയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ ആൻഡ് അക്കാഡമിക് ക്ലാസ്സുകൾ AFPTയുടെ എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അറിയാം. അഗ്നിവീർ വായു മെയിൽസ് ആൻഡ് ഫീമെയിൽസിന് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു റിക്രൂട്ട്മെൻറ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 7 ജനുവരി 2025 ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത് 27 ജനുവരി 2025 സോ ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഏജ് ലിമിറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ജനുവരി 2005 1 ജൂലൈ 2008 ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പറയുന്നത് സയൻസ് സബ്ജക്റ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. അത് +2 പാസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ മാത്സ്, ഫിസിക്സ്, ഇംഗ്ലീഷിന് ടോട്ടൽ 50% മാർക്കും ഇംഗ്ലീഷിന് 50% മാർക്കും ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അതായത് സയൻസ് സബ്ജക്റ്റുകാർക്കാണ് പറയുന്നത് മാത്സ്, ഫിസിക്സ്, ഇംഗ്ലീഷിന് ടോട്ടൽ മൊത്തത്തിൽ 50% മാർക്കും ഇംഗ്ലീഷിന് മാത്രം 50% മാർക്കും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അതല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ക്വാളിഫിക്കേഷൻ കൂടി പറയുന്നുണ്ട്. എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സ് 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സ്, ഒന്നെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജി, ഇതിൽ 50% മാർക്കുണ്ടായിരിക്കണം. ഇംഗ്ലീഷിന് സെപ്പറേറ്റ് ആയിട്ട് 50% മാർക്കുണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് സയൻസ് സബ്ജക്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി ഇത് അല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ഓപ്ഷൻ കൂടി പറയുന്നത്, മറ്റൊരു ക്വാളിഫിക്കേഷൻ കൂടി പറയുന്നത് വൊക്കേഷണൽ കോഴ്സിൽ ഫിസിക്സ്, മാത്സിന് 50% മാർക്കുണ്ടായിരിക്കണം. ഇംഗ്ലീഷിന് ഫിസിക്സ്, മാത്സ്, ഇംഗ്ലീഷിന് 50% മാർക്കുണ്ടായിരിക്കണം. ഇംഗ്ലീഷിന് 50% ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിലെ നമ്മൾ സയൻസ് സബ്ജക്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനിയിപ്പോൾ രണ്ടാമത് വരുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സയൻസ് അല്ലാതെ അതർ ദാൻ സയൻസ് ആണ് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് +2 മാർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിന് 50% മാർക്ക് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ പറയുന്ന പോലെ +2 ആണ് അതിലും പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈവൻ +2 അല്ല എന്നുണ്ടെങ്കിൽ വൊക്കേഷണൽ കോഴ്സ് പറയുന്നുണ്ട്. അതിൽ ഏത് കോഴ്സാണോ ആ കോഴ്സിന് ടോട്ടൽ ഒരു 50% മാർക്ക് ഉണ്ടായിരിക്കണം, പ്ലസ് ഇംഗ്ലീഷിനും 50% മാർക്ക് ഉണ്ടായിരിക്കണമെന്ന് മസ്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറാണ്. സെലക്ഷൻ പ്രൊസീജിയറിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓൺലൈൻ എക്സാമാണ്. അതിനുശേഷം അത് പാസ്സാകുന്നവർക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാകും. അത് പാസ്സാകുന്നവർക്ക് അഡാപ്റ്റീവ് ടെസ്റ്റ് 1 ഉണ്ടാകും. അതിനുശേഷം അഡാപ്റ്റീവ് ടെസ്റ്റ് 2 ഉണ്ടാകും. അതിനുശേഷമാണ് മെഡിക്കൽ ടെസ്റ്റ് നടക്കുക. അപ്പം ഇതാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പം ഇനി ഇത് നമുക്കിതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ്, നമുക്ക് ഹൈറ്റ് എത്രയാണ് എന്നൊക്കെയുള്ളത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൽസിന് 152.5 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാകണം. ഫീമെയിൽസിന് 152 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാകണം. ചെസ്റ്റ് എന്ന് പറയുന്നത് നോർമൽ മതി, പക്ഷേ അതൊരു 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം. ഇതാണ് ഇതിൻ്റെ ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൽസിന് 1.6 കിലോമീറ്റർ 7 മിനിറ്റ് കൊണ്ട് നിങ്ങൾ കവർ ചെയ്തിരിക്കണം മെയിൽസിന്. അപ്പം ഒന്നുകൂടി ഞാൻ പറയാം, മെയിൽസിന് 1.6 കിലോമീറ്റർ 7 മിനിറ്റ്സ് കൊണ്ട് കവർ ചെയ്യണം. 10 പുഷപ്സ് ഉണ്ടായിരിക്കും, 10 സിറ്റപ്സ് ഉണ്ടായിരിക്കും, 10 സ്ക്വാട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് മെയിൽസിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. 1.6 കിലോമീറ്റർ 7 മിനിറ്റ്സ് കൊണ്ട് കവർ ചെയ്യണം, 10 പുഷപ്സ്, 10 സിറ്റപ്സ്, അതുപോലെ തന്നെ 10 സ്ക്വാട്സ്. ഇനി നമ്മൾ ഫീമെയിൽസിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.6 കിലോമീറ്റർ 8 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യണം എന്നാണ് ഫീമെയിൽസിൻ്റെ പറയുന്നത്. അതിൽ 10 സിറ്റപ്സ് ഉണ്ട്, 15 സ്ക്വാട്സ് ഉണ്ട്. ഈ 3 ഐറ്റമാണ് ഫീമെയിൽസിന് വരിക എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് നെക്സ്റ്റ് പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഓൺലൈൻ വഴിയാണ് ആപ്ലിക്കേഷൻ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അഗ്നിപത് വായു .cadc.in. അപ്പം ഇത് ഏത് സൈറ്റ് ത്രൂ ആണ് നമ്മൾ അപേക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ സൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ www.agnipathvayu.cadc.in. ഒന്നുകൂടെ. അപ്പം ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട സൈറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ www.agnipathvayu.cadc
cdac.in www.agnipathvayu.cdac.in എന്ന സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഇതിന് ആപ്ലിക്കേഷൻ ഫീസ് 550 രൂപയാണ്. അതെല്ലാ കാൻഡിഡേറ്റ്സിനും 550 രൂപ തന്നെയാണ്. അപ്പോൾ 550 രൂപ ആപ്ലിക്കേഷൻ ഫീസ് അടച്ചിട്ട് ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഏകദേശം 1 മാസത്തോളം ഇല്ല ടൈം. സോ അപ്പം ഇങ്ങനെ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ അയക്കാൻ ശ്രമിക്കുക. ജനുവരിയിൽ 7-ാം തീയതി ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ ഉടൻ തന്നെ അയക്കുക. 27 ജനുവരി 2025 വരെ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. സോ ഇത്തരത്തിലൊരു ജോലിയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു യൂണിഫോം ജോലിയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ ട്രെയിനിങ്ങുകളും അക്കാഡമിക് ക്ലാസ്സുകളും ഒക്കെ തന്നെ AFPTയുടെ എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും നിങ്ങൾക്ക് ലഭ്യമാണ്. അനവധി വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിലൊരു യൂണിഫോം ജോലി കിട്ടിയിട്ടുള്ളത്. സോ മാക്സിമം ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഉടൻ കോൺടാക്റ്റ് ചെയ്യുക.